Good afternoon, students. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ബാക്കി നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ടൈപ്പ് 4 ആൻഡ് ടൈപ്പ് 5 ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഇറ്റ്. അപ്പോൾ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇമ്മ്യൂൺ കോംപ്ലക്സ്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അത് നമ്മുടെ ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യാം. അതുകൊണ്ടാണ് അതിനെ ഒരു ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് 2-ൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഇൻവോൾവ് ആയിട്ടുള്ള സെൽസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് IgG ആൻഡ് IgM ആൻറ്റിബോഡീസ് ആണ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആൻറ്റിജൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മൈക്രോ ഓർഗാനിസത്തിനായിരിക്കും. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിൽ എൻറ്റർ ചെയ്തതിന് ശേഷം IgG ആൻഡ് IgM ആക്ടിവേറ്റഡ് ആവുന്നു. ഈ ആൻറ്റിജനും ഈ ആൻറ്റിബോഡിയും തമ്മിൽ കൂടി ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് they go and precipitate in different body parts. ഉദാഹരണം ജോയിൻസ്, ഹാർട്ട്, സ്പ്ലീൻ, അണ്ടർ സ്കിൻ, അങ്ങനെ വേരിയസ് ഡിഫറെൻറ്റ് സൈഡ്സിൽ പോയി അത് ഡെപ്പോസിറ്റഡ് ആകും. അത് ഡിഫറെൻറ്റ് സൈസിലായിരിക്കും ഡെപ്പോസിറ്റഡ് ആകും. വളരെ ലാർജ് ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സും കാണും, വളരെ സ്മോൾ ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സും കാണും. അപ്പോൾ വളരെ ലാർജ് ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സസിനെ എല്ലാം ഈ മാക്രോഫേജസ് അല്ലെങ്കിൽ മോണോസൈറ്റ് സെൽസ് അതിനെല്ലാം ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിച്ച് കളയും, ഇല്ലാതാക്കി കളയും. വളരെ സ്മോൾ ആയിട്ടുള്ള ഇമ്മ്യൂൺ കോംപ്ലക്സിനെ കുറച്ചുകൂടെ സമയം എടുക്കുക നശിപ്പിച്ച് കളയാൻ. അപ്പം ഇത് നശിക്കപ്പെടുന്നില്ലെങ്കിൽ ഇത് ഈ പോയിരിക്കുന്ന സൈറ്റിനെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളയും. ജോയിൻസിനെ ഡിസ്ട്രോയ് ചെയ്യും, കിഡ്നീസിനെ ഡിസ്ട്രോയ് ചെയ്യും, സ്പ്ലീനെ ഡിസ്ട്രോയ് ചെയ്യും, ഹാർട്ടിനെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെയാണ് ഈ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി നടക്കുന്നത്. അപ്പം റീസൺ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇമ്മ്യൂൺ കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. IG ആൻഡ് IgM ആണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. അത് ആൻറ്റിജനായിട്ട് സാധാരണ ഇവിടെ ആൻറ്റിജൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മൈക്രോ ഓർഗാനിസം ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ദേ ഗോസ് ആൻഡ് ഡിപ്പോസിറ്റ്സ് ഇൻ വേരിയസ് സൈറ്റ്സ്. എന്നിട്ട് ആ സൈറ്റിനെ ഡിസ്ട്രോയ് ചെയ്യും. ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രതിരോധിക്കുന്നത് വെച്ചാൽ മാക്രോഫേജസ് ആൻഡ് മോണോസൈറ്റ് സെൽസ് ദേ വിൽ ഗോ ആൻഡ് ഡു ഫാഗോസൈറ്റോസിസ്, ഇതിനെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇനി ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ ജനുവനായിട്ട് 2 എക്സാമ്പിൾസ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഒന്ന് ആർത്തസ് റിയാക്ഷൻ എന്നാണ്. ആർത്തസ് റിയാക്ഷൻ അത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ടേക്സ് പ്ലേസ് ലോക്കലി, അല്ലെങ്കിൽ ഇതൊരു നേരത്തെ ചെയ്ത് പരീക്ഷിച്ച ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് പറയാം. ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് നെയിം ഇസ് ആർത്തസ്, നിക്കോളസ് മൗറസ് ആർത്തസ്. ഞാൻ ആർത്തസ് എന്ന് എനിക്ക് തന്ന നോട്ട്സിൽ ചെറിയ ആണ് എഴുതിയിരിക്കുന്നത്, ക്യാപിറ്റൽ A ആക്കി എഴുതുന്നത്. അപ്പം ഈ ആർത്തസ് എന്ന് പറയുന്ന ഇദ്ദേഹം വാട്ട് ഹി ഡിഡ് വാസ് he took horse serum എടുത്തിട്ട് റാബിറ്റിൻ്റെ ശരീരത്ത് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് പല പ്രാവശ്യമായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തു. പല ടൈമായിട്ട് സബ്ക്യൂട്ടേനിയസ്ലി ഹോർസ് സീറം എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പം വാട്ട് ഹി ഒബ്സർവ്ഡ് ഇസ് ദാറ്റ് ഇനിഷ്യലി ഉള്ള ഇഞ്ചെക്ഷൻസിലൊന്നും വളരെ വലിയ വ്യതിയാനങ്ങളൊന്നും കണ്ടില്ല. ബട്ട് ലേറ്റ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കുറച്ചധികം ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ലോക്കൽ റിയാക്ഷൻ, അതായത് ആ എടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പൊട്ടാൻ തുടങ്ങി, ആ റാബിറ്റിൻ്റെ ശരീരത്തിൽ പൊട്ടാൻ തുടങ്ങി. അപ്പോൾ വാട്ട് ഹി കൺക്ലൂഡഡ് വാസ് ദാറ്റ് ദിസ് വാസ് ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഇമ്മ്യൂൺ കോംപ്ലക്സ്. ഈ ഇമ്മ്യൂൺ കോംപ്ലക്സ് ആ ലോക്കലൈസ്ഡ് പാർട്ടിലിരുന്ന് അവിടുത്തെ ആ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയായിരുന്നു. അപ്പോൾ ആ ലോക്കൽ പാർട്ടിൽ ദർ വാസ് ഇൻഡ്യൂറേഷൻ ആൻഡ് ദർ വാസ് എന്താ പറയുക ലോക്കൽ ടിഷ്യൂ ഡാമേജ്. അപ്പോൾ അതിനെയാണ് ആർത്തസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ആർത്തസ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് എന്ന് കൺഫേം ചെയ്യാൻ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി, അതാണ് ആർത്തസ് റിയാക്ഷൻ. അതിൻ്റെ വേറെ ലോക്കൽ ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിസീസ്. ഇനി
സെക്കൻഡ് സീറം സിക്നസ് എന്ന് പറയും. അതിന് സിസ്റ്റമിക് ഇമ്മ്യൂൺ കോംപ്ലക്സ് ഡിസീസ് എന്നും കൂടെ പറയും, സീറം സിക്നസ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ, പാസീവ് ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അത് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് നമ്മളൊരു ആൻറ്റിജൻ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കും. അതൊരു മൈക്രോ ഓർഗാനിസം ആയിരിക്കാം, മൈക്രോ ഓർഗാനിസം റിലേറ്റഡ് സ്ട്രക്ചർ പ്രോട്ടീൻ ആയിരിക്കാം. കുത്തിവയ്ക്കുമ്പോഴത്തേക്ക് ശരീരം സ്വയമേ അതിൻ്റെ ആൻറ്റിബോഡി ഉണ്ടാകുന്നു. അതൊരു ലോങ് ടേം ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു. അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻ. പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് വെച്ചാൽ ശരീരത്തിന് ആൻറ്റിബോഡി ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പം നമ്മൾ ആൻറ്റിബോഡി ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും അനിമൽസിൻ്റെ ശരീരത്തിലേക്ക് ഈ ആൻറ്റിജൻ കുത്തിവെച്ച് ആൻറ്റിബോഡീസ് ഉണ്ടാക്കിയിട്ട് ആ ആൻറ്റിബോഡി എടുത്തിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവയ്ക്കും. അതൊരു ഷോർട്ട് ടേം മെഷറാണ്. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന അനിമൽസ്, ഉദാഹരണം ഒന്ന് കുതിരയാണ്. അപ്പം അതാണ് ഇതിന് സീറം സിക്നസ് എന്ന്. കാരണം നമ്മൾ കുതിരയെ എടുക്കാൻ നേരത്ത് ഹോസ് സീറം ആണ് എടുക്കുന്നത്. ഹോസ് സീറം അതിൻ്റെ അകത്ത് ആൻറ്റിബോഡീസിൻ്റെ നേരത്താണ് നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ സീറം സിക്നസ് എന്ന് പറയാൻ കാരണം, ഇങ്ങനെയുള്ള പാസീവ് ഇമ്മ്യൂണൈസേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ഉദാഹരണം ഡിപ്തീരിയ, ടെറ്റനസ്, ഇതൊക്കെ പാസീവ് ഇമ്മ്യൂണൈസേഷനായിട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇമ്മ്യൂണൈസേഷനായിട്ട് കുത്തിവയ്ക്കും. അപ്പം ചില വ്യക്തികളിൽ ഈ ഹോസ് സീറം ഒരു ഫോറിൻ എലമെൻ്റായിട്ട് ശരീരം കാണും. ഫോറിൻ എലമെൻ്റായിട്ട് കാണുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അവിടെ സംഭവിക്കും. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ഏകദേശം ഒരു 7 മുതൽ 12 ദിവസം വരെ എടുത്ത് നീണ്ടു നിന്നായിരിക്കും അത് സംഭവിക്കുന്നത്. ആ ഒരു ടൈമിലായിരിക്കും അത് പ്രകടമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്താ പറയുക, ഹോസ് സീറം ഒരു ആൻറ്റിജനാണ്. ശരീരം IgG ആൻഡ് IgM പുറപ്പെടുവിച്ച് അത് തമ്മിൽ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാകുന്നു. അത് പോയി പല ബോഡി സൈറ്റ്സിലും ഡെപ്പോസിറ്റഡ് ആവുന്നു. എക്സാമ്പിൾസ് ഞാൻ പറയായിരുന്നു, കിഡ്നി പോയി ആണ് ഇത് ഡെപ്പോസിറ്റഡ് ആവുന്നതെങ്കിൽ നെഫ്രൈറ്റിസ് അല്ലെങ്കിൽ ഗ്ലോമറുലർ നെഫ്രൈറ്റിസ് ഉണ്ടാകുന്നു. ഹാർട്ടിലാണ് ഡെപ്പോസിറ്റഡ് ആണെങ്കിൽ എൻഡോകാർഡൈറ്റിസ് ഉണ്ടാകുന്നു. ബ്ലഡ് വെസൽസിലാണെങ്കിൽ വാസ്കുലൈറ്റിസ് ഉണ്ടാകുന്നു. ജോയിൻസിലാണെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിനെയാണ് സീറം സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത്, ഫാഗോസൈറ്റോസിസ് ചെയ്തിട്ട് ഈ ഇമ്മ്യൂൺ കോംപ്ലക്സസിനെ ആ സ്ഥലത്ത് നിന്ന് അങ്ങ് മാറ്റി കളയാണ് ബോഡി ചെയ്യുന്നത്. മോണോസൈറ്റ്സും മൈക്രോഫേജസും പോയി ഫാഗോസൈറ്റോസിസ് ചെയ്തിട്ട് ആ കോംപ്ലക്സിന് പതുക്കെ അവിടെ നിർത്തി മാറ്റും. ഇത് എത്രമാത്രം നേരം ആ സൈറ്റിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുന്നു അത്രമാത്രം ആ ഓർഗൻ ഡാമേജ്ഡ് ആയിപ്പോകും. അപ്പോൾ ഇതാണ് സീറം സിക്നസ്. അപ്പോൾ ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത് ടൈപ്പ് 4ലേക്ക് പോകാം. ടൈപ്പ് 4 എന്ന് പറയുന്നത്, നമ്മൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇമ്മീഡിയറ്റ് ആൻഡ് ഡിലേഡ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ വേർതിരിച്ച് എഴുതുകയും ചെയ്തു. അതിൻ്റെ അകത്ത് ടൈപ്പ് 4 ആണ് ഒരെണ്ണത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അത് ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ബാക്കി 4 എണ്ണവും, അതായത് 1, 2, 3 and 5 ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഇമ്മീഡിയറ്റ് ആണ്. ടൈപ്പ് 4 ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. അത് കൂടാതെ ഇതിന് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. കാരണം ബാക്കി എല്ലാ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയും ആൻറ്റിബോഡീസ് വഴിയാണ് സംഭവിക്കുന്നത്. IgE, IgG, IgM ആൻറ്റിബോഡീസ് വഴി. ഇത് മാത്രം സംഭവിക്കുന്നത് ബൈ സെൽ, T സെൽസ് അല്ലെങ്കിൽ T ലിംഫോസൈറ്റ്സ്. നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ആണ് T ലിംഫോസൈറ്റ്സ്. സ്പെസിഫിക്കലി ടൈപ്പ് 4ൽ TC ആൻഡ് TH ലിംഫോസൈറ്റ്സ് ആണ് ഇൻവോൾവ് ആണ്. TC എന്ന് വെച്ചാൽ T സൈറ്റോടോക്സിക് സെൽസ്, TH എന്ന് വെച്ചാൽ T ഹെൽപ്പർ സെൽസ്. ഈ 2 സെൽസുമാണ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സെൽ മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെയും ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം ഏജൻ്റ് ആയിരിക്കും. അത് ശരീരത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് ഈ സെൽസ്, T സെൽസ് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് ഫോം ഓൾമോസ്റ്റ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഫർദർ ദർ ഇസ് റിലീസ് ഓഫ് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന കെമിക്കൽസ് റിലീസ് ചെയ്യും. ഈ കെമിക്കൽസ്
മാക്രോഫേജസിനെ കൊണ്ട് ടോക്സിക് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാക്കും, എന്നിട്ട് ലോക്കൽ ടിഷ്യൂ ഡാമേജസ് ഉണ്ടാക്കും. മനസ്സിലായി? ടി സെൽസ് ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കെമിക്കലായിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസിനാണ് സൈറ്റോകൈൻ ഉണ്ടാക്കുന്നത്. സൈറ്റോകൈൻ ഫർദർ മാക്രോഫേജസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ടോക്സിക് ഓക്സിജൻ മോളിക്യൂൾസും ലോക്കൽ ടിഷ്യൂ ഡാമേജും സംഭവിക്കുന്നു. ഇതാണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ സംഭവിക്കുന്നത്. മനസ്സിലായി? ഇനി ഇതിൽ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഒന്ന് ട്യൂബർക്കുലിൻ റിയാക്ഷൻ എന്ന് പറയും. ട്യൂബർക്കുലിൻ റിയാക്ഷൻ അല്ലെങ്കിൽ മോൺടോക്സ് ടെസ്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ട്യൂബർക്കുലോസിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. ഇൻട്രാഡെർമലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി, അദ്ദേഹത്തിന് TB ഉണ്ടെന്ന് വെച്ചോ, TB എക്സ്പോസ്ഡ് ആയി, TB ബാസിലായിട്ട് എക്സ്പോസ്ഡ് ആയപ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഈ ബിക്കംസ് സെൻസിറ്റൈസ്ഡ് ആകുമ്പം അതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ശരീരം പുറപ്പെടുവിക്കും. അപ്പോൾ ഈ സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ബാക്ടീരിയ എൻ്റർ ചെയ്തെന്ന് നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റൈസ്ഡ് ആണെങ്കിൽ രണ്ടാമത് നമ്മൾ ഈ ട്യൂബർക്കുലസ് ബാസിലൈ ആ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോട്ടീൻ എടുത്ത് നമ്മൾ തൊലിയിലേക്ക് ഇൻട്രാഡെർമലി ഇഞ്ചെക്റ്റ് ചെയ്യാൻ നേരത്ത് എന്ത് സംഭവിക്കാം? വീണ്ടും ഈ ആൻറ്റിബോഡീസ് സെൻസിറ്റൈസ്ഡൊക്കെ ആയിരിക്കുന്ന ആൻറ്റിബോഡീസ് ആ സ്ഥലത്തേക്ക് വരും. നമ്മൾ ഇൻട്രാഡെർമലി എവിടെയാണോ അത് കുത്തിവെക്കുന്നത് അവിടെ ആ സ്ഥലത്തേക്ക് വരും. ഇപ്പോൾ 5 mm അളവിലാണ് നമ്മളത് കുത്തിവെച്ച ഒരു ബൾബ് ഫോം ചെയ്തെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ആ മൈക്രോ ഓർഗാനിസം അതിൻ്റെ കണ്ടൻറ്റ് ബാസിലെ ഉള്ളതുകൊണ്ട് എന്ത് സെൽസാണ് അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള സെൽസ്, T ലിംഫോസൈറ്റ്സ്, അത് ആ സൈറ്റിലേക്ക് വരും. ആ സൈറ്റിലേക്ക് വന്ന് കൂടിച്ചേരും, ഒരുപാട് ഇങ്ങനെ വന്ന് കൂടിച്ചേരും. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഇഞ്ചെക്റ്റ് ചെയ്ത ആ ബൾബിൻ്റെ സൈസ് വലുതാവും, 10 mm കൂടുതലാവും. ആ T സെൽസ് ഡിപ്പോസിറ്റഡ് ആവുന്നു. അതുകൂടാതെ അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു റെഡ്നെസ്, ഇച്ചിങ് ആ ഒരു സെൻസേഷൻ ഉണ്ടാകും. ഇതിനെയാണ് ട്യൂബർക്കുലിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ്. അതും ഒരു ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ ആൻറ്റിജനായിട്ട് മാറുന്നതെന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടൈപ്പ് കെമിക്കൽസ്, ഉദാഹരണം ഡൈ, തലയിൽ തേക്കുന്ന ഡൈ, ടോയ്ലറ്റ് ആർട്ടിക്കിൾസ്, അതായത് ചില ടൈപ്പ് സോപ്പ്, ഷേവിങ് ക്രീം, പേസ്റ്റ്, ഓയിൽ, പിന്നെ ചില മെറ്റാലിക് കണ്ടൻ്റ് ഉള്ള സാധനങ്ങൾ, നിക്കൽ, ക്രോമിയം, ഇങ്ങനെയുള്ള ആൻറ്റിജൻസ്. ഇതാണ് ഇവിടെ ആൻറ്റിജനായിട്ട് മാറുന്നത്. ഈ ആൻറ്റിജൻസ് ഒരുപാട് ടൈം നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് റിപ്പീറ്റ്ലി നമ്മുടെ സ്കിൻ ഇതിലേക്ക് എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ചില വ്യക്തികൾക്ക് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ഥലത്തേക്ക്, കൂടുതലും തൊലിപ്പുറത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ T സെൽസ് അവിടേക്ക് വരും, റിപ്പീറ്റഡ് ആയിട്ട് അവിടെ വന്നിട്ട് ആ ലോക്കൽ ടിഷ്യൂസിന് ഡാമേജ് ചെയ്യും. സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. നേരത്തെ പറയുന്ന സൈറ്റോകൈൻസ് റിലീസ് ചെയ്ത് ടോക്സിക് മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ലോക്കൽ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ചെയ്ത് കളയും. അങ്ങനെ അവിടെ ബ്ലിസ്റ്റേഴ്സ്, എന്താ പറയുക, എറിത്തീമ ഫോർമേഷനും അവിടെ വൂൺ ഫോർമേഷനൊക്കെ ഉണ്ടായി ചൊറിച്ചിൽ പോലെയും മുറിവ് പോലെയായി മാറും. അതിനാണ് കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ടൈപ്പ് 5 ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഇത് മിക്ക ബുക്കിലും ടൈപ്പ് 4 വരെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചില ബുക്കുകളിൽ ടൈപ്പ് 5 കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് സ്റ്റിമുലേറ്ററി ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ്. സ്റ്റിമുലേറ്ററി, ഇതിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന മാസ്റ്റർ ഓർഗൻ ചില ഹോർമോൺസ്, സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? ഉദാഹരണം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അങ്ങനെ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിൻ്റെ ജോലി എന്ന് പറയുന്നത് ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ബ്ലഡ് വഴി അത് മൂവ് ചെയ്ത്
ആ പെർട്ടിക്കുലർ സൈറ്റിലെത്തി. ഇപ്പം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെങ്കിൽ അത് ബ്ലഡ് വഴി തൈറോയിഡ് റീജിയനിലെത്തും, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ അടുത്തെത്തും. തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു സർഫസ് റിസപ്റ്റർ ഉണ്ടായിരിക്കും, ഒരു സർഫസ് റിസപ്റ്റർ. ഈ റിസപ്റ്റർ ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് അത് റിസീവ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഹോർമോൺ ഈ ഗ്ലാൻഡിനെ ട്രിഗർ ചെയ്യുമ്പോഴത്തേക്കാണ് തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വന്ന് ഇതിൻ്റെ സർഫസിൽ സ്റ്റിക്ക് ചെയ്ത് അപ്പോൾ ആ സർഫസിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിന് ആ ഹോർമോൺ റിസീവ് ചെയ്ത്. അങ്ങനെയാണ് ആ കറക്റ്റ് സമയത്തും കറക്റ്റ് പാകത്തിലും അത് നടക്കുന്നത്, ഈ ഗ്ലാൻഡ് ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചില ആൻറ്റിബോഡീസ്, ഉദാഹരണം ടൈപ്പ് IgG ആൻറ്റിബോഡി ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് പകരം അവിടെ ചെന്ന് ആ സർഫസ് റിസപ്റ്ററിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. എന്നിട്ട് ഈ ഗ്ലാൻഡിനെ കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ അധികം ഹോർമോൺസിന് പ്രൊഡ്യൂസ് ചെയ്യും, ആവശ്യത്തിലും അധികം, ശരിയായ സമയത്തുമല്ല, ശരിയായ ക്വാണ്ടിറ്റിയിലുമില്ല. അതാണ് ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ സംഭവിക്കുന്നത്. ഇത്രയും ഉള്ളൂ കാര്യം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് അതായത് സൈറ്റുകളിൽ ചെന്നിട്ട് അതാത് ഗ്ലാൻഡ്സിനെ കൊണ്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇൻ കേസ് ഓഫ് ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ചില വ്യക്തികളിൽ ആൻറ്റിബോഡീസ് ഈ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന് പകരം ആ ഗ്ലാൻഡ്സിൽ ചെന്ന് അതിൻ്റെ റിസപ്റ്റർ സെൽസിൽ സ്റ്റിക്ക് ചെയ്തിരുന്നിട്ട് അതിനെ കൊണ്ട് ആവശ്യമില്ലാത്ത അളവിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഗ്രേവ്സ് ഡിസീസ് അത് ഈ പറയുന്ന സെയിം സാധനമാണ്. തൈറോയിഡ് ഗ്ലാൻഡിനെയാണ് ബാധിക്കുന്നത്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് പോയി ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പകരം IgG ആൻറ്റിബോഡി, അതായത് അതിനിവിടെ പറയുന്ന ലാറ്റ്സ് എന്നാണ്, LATS, തൈറോയിഡ് സ്റ്റിമുലേറ്റർ, ലോങ് ആക്ടിങ് തൈറോയിഡ് സ്റ്റിമുലേറ്റർ, IgG ആൻറ്റിബോഡി. ഇത് തൈറോയിഡ് ഗ്ലാൻഡിൽ ചെന്നിട്ട് ആവശ്യമില്ലാതെ തൈറോയിഡ് ഗ്ലാൻഡിനെ കൊണ്ട് തൈറോക്സിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിനാണ് ടൈപ്പ് 5 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പോർഷൻ കവർ ചെയ്തു. ഞാനീ പറഞ്ഞ പോലെ നാളെ രാവിലെ 9 മണി കഴിയുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുക. ഇനി അടുത്തത് ഔട്ട് ഓഫ് ടോപ്പിക്ക്, നമ്മൾ ഇപ്പം എന്താ പറയുക, ലോകരാജ്യങ്ങളെല്ലാം വലിയൊരു യുഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ തമിഴ്നാട്, മഹാരാഷ്ട്ര അവിടെയൊക്കെ കേസസ് വളരെയധികം കൂടി വരികയാണ്. അപ്പം ഈ ഇടയ്ക്ക് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറയുകയുണ്ടായി അവിടെ ഡെത്ത്സ് ഒരുപാട് കൂടി വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിനെ കൊണ്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പം അറ്റ് പ്രസൻറ്റ് ഇന്ന് ഏകദേശം 4000 കേസസിൽ കൂടുതലായി. അലേർട്ടായിട്ടൊക്കെ വരുന്നു. മഹാരാഷ്ട്ര, തമിഴ്നാടൊക്കെ അലേർട്ടായിട്ട് വരുന്നു. നമുക്കും വളരെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നാലും കൂടി വരുന്നു. നിങ്ങൾ 49 സ്റ്റുഡൻസ് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ടൈം ബൈ 3 o'clock, ഞാൻ പ്രിഫർ ചെയ്യുന്ന ടൈം 3 o'clock ആണ്. നിങ്ങൾ ക്ലാസ്സസോ അല്ലെങ്കിൽ ഇൻകൺവീനിയൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ടൈം മാറ്റി, ഇപ്പോൾ 3 o'clock പകരം 3 o'clock ഒരു ക്ലാസ് ഏതെങ്കിലും മാഡംസ് പറയുകയാണെങ്കിൽ അത് 4 o'clock ആയിട്ട് മാറ്റുക. പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ 49 പേര് ഒരുമിച്ച് ചെയ്യണം. നിങ്ങൾ ഒരു 3 o'clock വന്നിട്ട് ഒരു 5 minutes അല്ലെങ്കിൽ 10 minute ടൈം, നിങ്ങളിപ്പം ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അത് നിങ്ങളുടേതായ റിലീജിയസ് രീതി അനുസരിച്ച് ഒരു 10 minute പ്രെയർ ചെയ്യുക. കോമൺ ആയിട്ട് നിങ്ങൾ 10 പേര്, 10 അല്ല 49 പേര് ഒരുമിച്ച് വന്ന് ചെയ്യുക. ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും 3 o'clock നിങ്ങൾക്ക് കരുണക്കൊന്ത അറിയാമെങ്കിൽ കരുണക്കൊന്ത പഠിക്കുക. അല്ലെങ്കിൽ അതറിയത്തില്ലെങ്കിൽ റോസറി പഠിക്കാൻ അറിയാവുന്നവർക്ക് ഇപ്പോൾ 1 മണി ജപമാണെങ്കിലും ഒരു ഫാദർ, ഒരു 10 ഹെയിൽ മേരി, ഹോളി മേരി, എത്രയും പഠിക്കുക. ഇനി ഒരു റോസറി ഫുൾ പഠിക്കാൻ പറ്റുന്നവർക്ക് അത് പഠിക്കുക. ഈ റോസറീസ് പഠിക്കാത്ത ഏതെങ്കിലും ഡിനോമിനേഷൻസ് ഉള്ളവർ നിങ്ങളുടേതായ രീതിയിൽ ക്രിസ്ത്യൻ പ്രയർ ചെയ്യും. ഇനി മറ്റുള്ള ഹിന്ദുസ് അല്ലെങ്കിൽ മുസ്ലിംസ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടേതായ രീതിയിലുള്ള ആചാരത്തിലുള്ള നിങ്ങളുടെ പ്രയർ ചെയ്യും. 49 പേരും ഒരുമിച്ച് ആ ടൈമിൽ വന്ന് അത് ചെയ്യുക. ഞാനും ആ ടൈമിൽ വരും.
നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഏതെങ്കിലും ഒരു കോമൺ ടൈം 3 മണിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. 3 മണിക്ക് തന്നെ വരെ. ഇൻകൺവീനിയൻ്റ് ആണെങ്കിൽ അടുത്ത 4 മണിക്കായിരിക്കും. ഓക്കെ. അപ്പം മടി പിടിക്കാൻ സാധ്യതയുള്ള സമയങ്ങളൊക്കെയാണത്. ഒരുപാട് ടൈം വെറുതെ പോകുന്നു. ഇപ്പം കഴിയുന്നത് ഞാൻ തരുന്ന സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചു കഴിക്കുക. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നാളെ ഞാൻ വിളിക്കാമെന്ന് പറയുന്നത്. അപ്പം എൻജോയ് ചെയ്യുക, പ്രാർത്ഥിക്കുക, പഠിക്കുക. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ.